ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഡയറക്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടില്ല, എന്തെങ്കിലുമൊക്കെ എഴുതിയിടാറുണ്ട്. വളരെ ചുരുക്കമായിട്ടാണ് ഞാൻ ഡയറക്റ്റ് ആദ്യമായിട്ടൊരു കംപ്ലയിൻറ്റ് പറയാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ വന്നത്. ആസ് യൂഷ്വൽ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ടൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഈ ഒരു കാര്യം സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഞാൻ കേരളത്തിനകത്തും പുറത്തും ഒത്തിരി ക്ഷേത്രങ്ങളിലും ചർച്ചിലും പോകുന്ന ഒരാളാണ്. പള്ളികളിലും പോകാറുണ്ട്, ദേവാലയങ്ങളിൽ എല്ലാത്തും തന്നെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല പല അമ്പലത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി. എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വീടിൻ്റെ അടുത്ത് ആണ് ചോറ്റാനിക്കര അമ്പലം, ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ അവിടെ തിരക്ക് നിയന്ത്രിക്കാനായിട്ടൊക്കെ നമ്മൾ പറയും പോകും എന്നൊക്കെ പറയും. ഇതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ്, ചെയ്യണം, അല്ലെങ്കിൽ അതവിടെ സോഫ്റ്റായിട്ട് വന്നിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതൊന്നുമല്ല. നമ്മൾ ദേവീനെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ സൈഡിലായിട്ട് 2 തിരുമേനിമാരിയ്ക്കുന്നുണ്ട്. വളരെ മോശം പെരുമാറ്റം എന്ന് പറയാം. ഒരിക്കലും ആ ദേവിയുടെ അരികിൽ പോലും ഇരിക്കാൻ ഒരു അർഹതയില്ലാത്ത 2 പേരാണ്. അതായത് പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കാനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. റെസിപ്റ്റ് ഉള്ളവരാണേലും അല്ലെങ്കിൽ പറഞ്ഞ് നാളും പേരും പറയില്ല, പ്രസാദം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവർ അവിടെ എല്ലാവരും, ഞാൻ നോക്കി ആരും പൈസ കൊടുക്കാതെ പ്രസാദം വാങ്ങിക്കുന്നില്ല. പക്ഷെ അവർ പെരുമാറുന്ന രീതി എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ഉള്ളവരുടെ അടുത്ത് പോലും 5ഉം 10, ഇപ്പം നമ്മൾ റെസിപ്റ്റ് എഴുതി കഴിഞ്ഞ് 10 രൂപയാണ് പുഷ്പാഞ്ജലിക്കൊക്കെ, 10, 20, 25 ആയിക്കോട്ടെ, അത് പുഷ്പാഞ്ജലിക്ക് എഴുതിച്ചിട്ട് വന്നിട്ട് അവർ പറയണ 5, 10 രൂപ വന്നു കഴിഞ്ഞാൽ പ്രസാദം കിട്ടത്തില്ല എന്ന്. അത് ശരിക്കും ന്യായമാണോ? അത് ശരിക്കും അങ്ങനെയുള്ളതാണോ? എനിക്കറിയില്ല. അതായത് നമ്മളൊരു പ്രസാദം തന്ന് നമുക്ക് തിരിച്ച് ദക്ഷിണ വയ്ക്കും. പക്ഷേ ഇവരല്ല, പൈസ വയ്ക്കുമോ, പൈസ വെച്ച് കഴിഞ്ഞാലാണ് തരാൻ പറ്റുള്ളൂ. വളരെ മോശമായിട്ട് പെരുമാറുന്നു. അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. കുറേ സമയം ക്യൂ നിന്നിട്ടൊക്കെയാണ്. ഈ മണ്ഡലമാസകാലവും തിരുവൈരാണിക്കുളം നട തുറന്ന കാരണം പലരും ദൂരെ നിന്ന് ബസ്സൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിന്ന് ഇതിലെങ്ങാണ്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് 10 ബസ്സിലാണ് ആൾക്കാർ വന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ടയർഡായിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ മാറി നിന്നു, മേടിച്ചോട്ടെ, എനിക്കിപ്പോൾ തിരക്ക് പിടിച്ചതെല്ലാം കഴിഞ്ഞ് ഓടിങ്ങ് വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ വെറുതെ ഇരിക്കാനാണ്. അപ്പോൾ ഞാനോർത്ത് മേടിക്കണം, അവർ മേടിച്ചോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഫുഡ് കൊടുക്കും, അപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാനോർത്ത് അവർ കഴിച്ചോട്ടെ, അപ്പോൾ തിരക്കുള്ളവർ മേടിച്ചോട്ടെ എന്നോർത്ത് ഞാൻ ഒഴിഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പൈസയുള്ളവർക്ക് മാത്രം, വലിയ നോട്ടുള്ളവർക്ക് മാത്രമേ ഇവർ പ്രസാദം കൊടുക്കുന്നുള്ളൂ. വേറെ ആർക്കും പ്രസാദം കൊടുക്കില്ല. അതും പച്ചയ്ക്ക് കാശ് ചോദിച്ച് മേടിക്കുകയോ ചെയ്യണേ. അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ റെസിപ്റ്റ് ഇപ്പോൾ എന്താ പറയണേ, പൈസ ഒരു വഴിപാട് കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോനോ ആണോ? അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. പ്രത്യേകിച്ചും ഈ അമ്പലത്തിലൊരു വഴിപാട് കഴിക്കുക എന്നുള്ളത് അത്രയും മനസ്സുള്ളവരല്ലേ അവിടെ പോളൂ. പറയുകയാണ് 5ഉം 10 രൂപയ്ക്ക് ഇവിടെ പ്രസാദം കിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 30 പേരെങ്കിലും ഇത് ശരിക്കും പ്രതികരിച്ചിട്ടുണ്ടോ? ആ സമയത്ത് കുറച്ച് ചേട്ടന്മാർ പറയുന്നുണ്ട്, ചേച്ചിമാർ. അപ്പോൾ ഒരു ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, പൈസ വയ്ക്കുക, പൈസ വെച്ചാലേ പ്രസാദം തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചി പറഞ്ഞു, പ്രസാദം താ, അതിന് ശേഷമല്ലേ ദക്ഷിണ ഇടണ്ടേ. പിന്നെ ചേട്ടന്മാർ അവിടെ ഞാനിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ അതായത് വളരെ മോശമായിട്ടാണ്. ശരിക്കും ഇത്രയും ആർത്തിയുള്ളവരെയൊക്കെയാണോ അവിടെ ഇരുത്തണ്ടേ? അല്ലെങ്കിൽ ഒരു ദയയില്ലാത്തവരെയാണോ അതിൻ്റെ ഉള്ളിൽ ഇരുത്തണ്ടേ? അതായത് അവരുടെ മുഖത്ത് ഭയങ്കര പുച്ഛമല്ല, എന്തോ ഒരു, എനിക്കറിയില്ല അത് എന്ത് എക്സ്പ്രഷനാണെന്ന്. ഇത് നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണെങ്കിൽ ഞാൻ വിട്ടേനെ. പക്ഷെ ഇത് ഞാൻ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും, ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പൈസ കൊടുക്കാറുണ്ട്, ഞാൻ മേടിക്കും, ഓക്കെ. എനിക്കത് ഫീൽ ചെയ്യാത്തത് ഞാൻ പൈസ കൊടുത്ത്, ഞാനും ആലോചിച്ചു എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടല്ലേ അവരവിടെ ജോലിക്ക് ഇരിക്കുന്നത്. ദേവസ്വം ബോർഡ് ശമ്പളം കൊടുത്തിട്ട് അവരവിടെ ജോലിക്ക് ഇരിക്കുന്നത്. ആരും എന്താ പറയണേ, ഒരു ഫേവറിന് വേണ്ടിയോ ഭക്തിയുടെ പേരിലല്ല അവരവിടെ ജോലിക്ക് ഇരിക്കുന്നത്. ഇവർക്ക് സർക്കാർ ദേവസ്വം ബോർഡ് ശമ്പളം കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ കുറച്ചെങ്കിലും ഒരു മര്യാദയുള്ളവരെ അവിടെ ഇരുത്തണ്ടേ? അതായത് ചോദിച്ച് വാങ്ങിക്കുക, അതായത് ഇപ്പം നമ്മളിപ്പോൾ പറയും രാഷ്ട്രീയക്കാർ പൈസ പിടിച്ച് മേടിക്കുന്നു, അത് ഇതൊന്നുമല്ല. അത് അവരൊക്കെ എത്രയോ ഭേദമായിട്ട് ഓരോ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നവരുണ്ട് ഇല്ലേ? അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ നിന്നെടുത്ത് ചിലവാക്കുന്ന എത്രയോ മെമ്പർമാരും എത്രയോ കൗൺസിലർമാർ, എത്രയോ ആൾക്കാർ നമുക്കറിയാം ഇല്ലേ?
പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു ക്ഷേത്രമല്ലേ, അതൊക്കെ പോട്ടെ, രാഷ്ട്രീയമൊന്നും നമുക്കിവിടെ പറയുകയും വേണ്ട, ഞാനതൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ദേവാലയത്തിൻ്റെ മുമ്പിലിരുന്ന്, അല്ലെങ്കിൽ മുമ്പിലിരുന്നല്ല ഉള്ളിലിരുന്ന് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. പക്ഷേ ഒത്തിരി ദൂരെ നിന്നും ഒത്തിരി ഭക്തിയോട് കൂടി വരുമ്പോൾ അവിടെ നിന്ന് തന്നെ മെൻ്റലി ഡിപ്രഷനാക്കി വിടുക അവർ ചെയ്യുന്നത്. അതായത് കാശില്ലാത്തവർക്ക് പ്രസാദം ഇല്ല, അത് വലിയ നോട്ടുള്ളവർക്ക് പ്രസാദം ഉള്ളൂ എന്ന് പറയുന്ന. ഞാനും ഇതുപോലെ പൈസ കൊടുത്തു, ഞാനും മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ എൻ്റെ പുറകിൽ നിന്നവരും എൻ്റെ മുമ്പിൽ നിന്നവരോടും പെരുമാറുന്ന കണ്ടിട്ട് എനിക്ക് ശരിക്കും പറയാതിരിക്കാൻ തോന്നിയില്ല. ഇതിനകത്ത് എന്നെ ബാധിച്ചൊരു കാര്യമില്ല. പക്ഷേ എന്നാലും എന്നിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന് നോക്കി. പൈസ ഉണ്ട്, ഞാനിങ്ങനെ പൈസ കാണിച്ച്, ഞാൻ അതൊരു പ്രശ്നം വേണ്ടെന്ന് ഓർത്ത് ഞാനിങ്ങനെ പൈസ കാണിച്ചപ്പോൾ പുള്ളി കുറേ നേരം നിന്ന്. കാരണം എൻ്റെ കയ്യിൽ ഒരു 20ൻ്റെ കോയിനായിരുന്നു. പുള്ളിക്ക് ഈ കോയിനായത് കാരണം പുള്ളിക്ക് തരാൻ ഇച്ചിരി മടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം നിന്നു. ഞാനും കുറേ നേരം നിന്നിട്ട് എനിക്ക് പ്രസാദം നിന്നേ. പക്ഷെ നമുക്ക് തിരക്കൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. പക്ഷെ ഒരു കുഞ്ഞു കൊച്ച് വരെ, ഒരു കുഞ്ഞു കൊച്ച് കൈ നീട്ട് ആ കൊച്ചിന് വരെ കൊടുത്തില്ലെന്നുള്ളതാണ് സത്യം. തീർത്തും തരില്ല, അത് തരില്ല, ഇത് തരില്ല. വളരെ മോശമാണ്. ഒരു ദേവാലയത്തിൽ ഇങ്ങനെയുള്ള പെരുമാറുന്നവർ ഇരുത്തുന്നത് വളരെ മോശമാണ് അല്ലേ. എനിക്കൊരു ഫീല് തോന്നി. എല്ലാവരും പോകുന്നത് ആ ക്ഷേത്രത്തിൽ, എല്ലാവരും ഇവരുടെ ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവരെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊരു മര്യാദ, ക്ഷേത്രമല്ലേ, കുറച്ച് മര്യാദ. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല, പൈസ തരും, ആരും പ്രസാദം വാങ്ങിക്കുന്നില്ല. ഏത് ക്ഷേത്രം, ഇപ്പം നമ്മുടെ ഇവിടെയുള്ള അമ്പലത്തിലൊന്നും നമുക്ക് ശരിക്കും ഇലയിൽ പ്രസാദം തരും. അതിനകത്ത് അവർ പൈസ ചോദിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ അമ്പലത്തിൽ, ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ പോലെ കയ്യിലൊന്നുമില്ല, ഇലയിൽ തന്നെ പ്രസാദം തന്നെ. നമ്മുടെ മറ്റപ്പള്ളിക്കാവിൽ നമുക്ക് പ്രസാദം തരുന്ന പേപ്പറിൽ നമുക്ക് പൊതിഞ്ഞ് കൊണ്ടുപോകാൻ പാകത്തിന് അവിടെ തിരുമേനി പ്രസാദം തരുന്നത്. അവരൊന്നും പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല. എന്നാലും നമ്മൾ മനസ്സറിഞ്ഞൊരു ദക്ഷിണ കൊടുക്കുന്നവരെ 1 രൂപയാണെങ്കിൽ പോലും മേടിക്കുന്നവരുള്ള ക്ഷേത്രങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ക്ഷേത്രങ്ങളിൽ, കേരളത്തിനകത്താണേലും പുറത്താണേലും ഇത്രയും ക്ഷേത്രങ്ങളിൽ പോയിട്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഇതിവർ ഇന്നോ 1 2 പ്രാവശ്യമല്ല ഞാൻ കാണുന്നത്, ഒത്തിരി പ്രാവശ്യം കണ്ടതിന് ശേഷം ഇതിനോട് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ആർഗ്യുമെൻ്റ് പാടില്ല. കാരണം നമ്മൾ ഭക്തിയോട് കൂടി ചെന്നാൽ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിച്ചേനെ എന്താ ഇങ്ങനെ എന്ന് ഞാൻ ചോദിച്ചേനെ, കുറച്ച് മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചേനെ. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിടുന്നത് എവിടെയെങ്കിലും ഈ സർക്കിളിൽ, കാരണം എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവരെ അറിയുന്നവരോ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടവരോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ പ്രവൃത്തി ഒന്ന് മാറ്റണം. അത് അവിടെ വരുന്ന ഭക്തർക്കാണേലും എന്താണേലും അങ്ങനെ മോശമാണത്. അത് വളരെ വളരെ മോശമാണ് അവരുടെ പെരുമാറ്റം. അതുകൊണ്ടാണ് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറയുക, പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് ഒത്തിരി കാശിനാർത്തിയാണെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോട്ടെ. കുറച്ച് ദയയുള്ളവരും ജോലി ആവശ്യമുള്ളവരും ചെയ്യാൻ മനസ്സുള്ളവരും ഉണ്ടാവും. ഏത് ജോലിയാണേലും അവരുടെ രീതിയിൽ അവർ ചെയ്യട്ടെ. അല്ലാണ്ട് അവർക്ക് പൈസ മേടിച്ചിട്ടേ പ്രസാദം കൊടുക്കാവുള്ളൂ എന്നുള്ളൊരു നിയമം ഉണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയണതൊക്കെ തെറ്റാണ്. പക്ഷേ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതായിട്ട് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുന്നതാണ്. അങ്ങനെ ഒരു ഇതുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ പുഷ്പാഞ്ജലിയുടെ റെസിപ്റ്റ് എഴുതിയിട്ട് പിന്നെ അവർക്ക് പൈസ കൊടുത്താലേ പ്രസാദം തരുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. റെസിപ്റ്റ് എഴുതാത്തവർ പ്രസാദം മേടിച്ച് അല്ലെങ്കിൽ ദക്ഷിണ വെച്ച് ചിലപ്പോൾ അറിയാത്തൊരു ദൂരെ നിന്നുള്ളതല്ലേ. പക്ഷേ ഇങ്ങനെ പെരുമാറി ഭയങ്കര പൈസ വയ്ക്കുക, പൈസ വെച്ചാലേ അത് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയൊന്നുമല്ല, ഭയങ്കര അവരുടെ മുഖമൊക്കെ ഏതാണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തൊഴുതേൻ്റെ എഫക്റ്റേ എനിക്കങ്ങ് പോയി. നമ്മുടെ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ഒരു അനുഭവം ഓരോരുത്തർക്കും. അപ്പം ഞാനിങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴെല്ലാം ഇങ്ങനെ ഓരോരുത്തർ വരുന്നവർ ഇവരുടെ പെരുമാറ്റത്തിനെക്കുറിച്ച് പറയുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത് എൻ്റെ ഒരു വ്യൂ. അത്രയും പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശരിയാണെങ്കിൽ എത്തിക്കേണ്ടവരെ എത്തിക്കുക, അല്ലെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും, ഇപ്പം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, നിങ്ങൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പറയുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.